ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ട്രെൻഡിങ് കല്ലുമ്മക്കായ് നിറച്ചതാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ട്രെൻഡിങ് ഉണ്ടാക്കാം, അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇത് കഴിക്കാമല്ലോ എന്നുള്ളതിൽ രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിപ്പൊടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കല്ലുമ്മക്കായ് ഇപ്പുറം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയിൽ തേങ്ങയും ജീരകവും ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, കല്ലുമ്മക്കായ് നിറക്കുന്നതിൻ്റെ സെയിം തന്നെ. ഈ അരി ഞാൻ 2 പാർട്ടാക്കി വെക്കുന്നുണ്ട്. ഒന്ന് സാധാ കല്ലുമ്മക്കായ് നിറക്കാനും ഒന്ന് ട്രെൻഡിങ് കല്ലുമ്മക്കായ് ആക്കാൻ വേണ്ടിയിട്ടും. ട്രെൻഡിങ് കല്ലുമ്മക്കായ് ആക്കാൻ വേണ്ടിയിട്ട് ഈ അരിയിലേക്ക് കുറച്ച് ഇറച്ചി, ഞാൻ കല്ലുമ്മക്കായ് ഇറച്ചി വറുത്തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ മിക്സ് ചെയ്ത് നല്ലവണ്ണം കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല രസമുണ്ട്, തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പക്ഷേ മറ്റേ കല്ലുമ്മക്കായ് പോലെ ഒരു ഫീല് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലാണ് നമ്മുടെ ട്രെൻഡിങ് കല്ലുമ്മക്കായ് കാണുന്നത്. ആ കല്ലുമ്മക്കായ് നല്ലോണം അതിൽ അരിയിൽ മിക്സ് ചെയ്തിട്ട് നല്ല രസമുണ്ട് തിന്നാൻ. പക്ഷേ എന്താ പറയുക, നല്ല ടേസ്റ്റെല്ലാം ഉണ്ട്, പക്ഷേ എന്തോ ഒരു ഫീലില്ലായ്മ ഉണ്ട്. എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതിൽ കണ്ടിട്ട്. ലാസ്റ്റ് ഞാനത് പൊരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ട്രെൻഡിങ് കല്ലുമ്മക്കായ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും കൂടുന്നില്ല കേട്ടോ, കുറച്ചായിട്ട് കൂടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണം ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചത് കണ്ട ഒരു മധുരം തിന്നുമ്പോൾ ഒരു എരിവ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ലഡു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.